പുഴകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ആ പ്രളയം വന്നില്ലേ, കംപ്ലീറ്റ് മുങ്ങിപ്പോയി. ഈ കാണുന്ന പാലവും മുങ്ങിപ്പോയി. പാലം 2 തവണ മുങ്ങി. 2 തവണ, ഒരു തവണ വന്നോളൂ വെള്ളപ്പൊക്കം. പാലം പണിതുകൊണ്ടിരിക്കുമ്പോ കോൺട്രാക്ടർ കോടികളുമായിട്ട് മുങ്ങി. പിന്നെ പാലം വെള്ളം വന്ന് മുങ്ങി. അങ്ങനെ 2 മുങ്ങൽ. അത് മാത്രമല്ല തിരുമേനി, ആ പ്രളയം വന്നിട്ടുണ്ടല്ലോ, കിഴക്കൻ പ്രദേശത്ത് മലമ്പ്രദേശത്തെ ഉരുൾ പൊട്ടിയിട്ടുണ്ടല്ലോ, കോടികളാണ് മുങ്ങിപ്പോയത്. ഈ കോടിക്കണക്കിന് കാശ് എന്തിനാ ഉരുൾപൊട്ടലിനടുത്ത് കൊണ്ടുവയ്ക്കണത്? വല്ല സേഫിലോ അത് അലമാരിയിലേക്ക് കൊണ്ടുവച്ചാ പോരെ, അല്ലെങ്കിൽ തലേനേടാടിയിൽ വെച്ചാ പോരെ. അതല്ല തിരുമേനി, മൊത്തത്തിൽ നഷ്ടം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നായി പറഞ്ഞത്. അത് ശരിയാ. ആ തിരുമേനിക്ക് ഓർമ്മയുണ്ടോ ആ കാണുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ കഴിഞ്ഞ വർഷം വന്നത്? പിന്നെ അവിടെ ചെന്നിട്ടല്ലേ നമ്മളെ മാസ്ക് ഇടിച്ചത്. കോവിഡിന്റെ സമയം പറഞ്ഞത്. മാസ്ക് ഉള്ള കാരണം എന്റെ പ്രജകളാരും എന്നെ മനസ്സിലാക്കിയില്ല, അവരാരും എന്നെ മൈൻഡ് ചെയ്തില്ല. ഭയങ്കര കഷ്ടമായി പോയി. അത് സാരമില്ല തിരുമേനി. തിരുമേനി 2 വാക്സിൻ എടുത്തായിരുന്നോ? 4 വാക്സിൻ എടുത്തു. 4 വാക്സിനാ? എന്തിനാ? 2 അവര് കാണാതെടുത്തു, അടിച്ചു മാറ്റി. വെറുതെ അല്ല പാതാളത്തിൽ കിടന്ന് വിറച്ചു കൂടിയത്. എന്നോടെങ്കിലും പറയണ്ടേ തിരുമേനി? ഒരു ഉഷാറായിരുന്നു. എടോ, ഇപ്പൊ മാസ്ക് ഇല്ലാത്തത് കൊണ്ട് നല്ല ശുദ്ധമായി നല്ല കേരളത്തിന്റെ മണം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എന്താ ഒരു നാറ്റം, ഭയങ്കര നാറ്റം. വെറുതെ അല്ല, ഈ പുഴയെ കൂടി ഒഴുകുന്നത് കൊച്ചിയിലെ മാലിന്യമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് ഒക്കെ എവിടെ ചെന്ന് ചേരും? ഈ വേസ്റ്റ് ഒക്കെ അങ്ങ് വെസ്റ്റ് ചെന്ന് ചേരും. വെസ്റ്റില്ല, വെസ്റ്റ് എന്ന് വെച്ചാൽ കടല്. കടലും കട്ടപ്പുക. കടലും വിൽക്കാണെന്ന് കേട്ട്, ഏതാണ്ട് അദാനിക്കോ ആരാണ്ടൊക്കെ വിറ്റ് കൊടുത്തേക്കാണെന്ന് കേട്ട്. അങ്ങനെ നടക്കും തിരുമേനി. ഇങ്ങനെ പോയാലുണ്ടല്ലോ നാളെ നമ്മളെയും
അതിനു മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. ആ തിരുമേനി ഒരു കോള് വരുന്നുണ്ട്. അതെ, നല്ല കാറും കോളും ഉണ്ടെന്ന് ഇന്ന് കാലാവസ്ഥ പറയണ കേട്ടു. അതല്ല തിരുമേനി, തിരുമേനിക്ക് ഒരു കോളുണ്ടെന്ന്. ഓ, ആ ഹലോ, മാവേലി മന്നൻ സ്പീക്കിംഗ്. ഇത് അതല്ല, മാവേലി തമ്പുരാൻ. പത്തര മാറ്റ്. ശാന്തകവില്ലേക്കുള്ള വഴി അറിയോ? അടി കിട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായി, ഈ കാശ് തന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. മാവേലി മാവേലി എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി 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 എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി. പ്രളയം കോവിഡ് താണ്ടി മുങ്ങിപ്പൊങ്ങി നമ്മുടെ മാവേലി, നിന്ന് തിരിയാൻ സ്ഥലമിനി നോക്കാൻ നോക്കു കൂലി വേണം മാവേലി. പ്രളയം കോവിഡ് താണ്ടി മുങ്ങിപ്പൊങ്ങി നമ്മുടെ മാവേലി, നിന്ന് തിരിയാൻ സ്ഥലമിനി നോക്കാൻ നോക്കു കൂലി വേണം മാവേലി. ഈ ഇടവേളയ്ക്ക് നാട്ടിൽ നടന്ന കാര്യം കണ്ടോ മാവേലി, ഈ ദുരിതം താങ്ങാൻ വയ്യാതായേ മലയാളിക്കിനി വയ്യേ വയ്യേ. ഇടവേളയ്ക്ക് നാട്ടിൽ നടന്ന കാര്യം കണ്ടോ മാവേലി, ഈ ദുരിതം താങ്ങാൻ വയ്യാതായേ മലയാളിക്കിനി വയ്യേ വയ്യേ. മാവേലി മാവേലി എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി 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 എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി മാവേലി. സ്വർണ്ണക്കടത്ത് കടമുടക്ക് ഇനി നടക്ക് പുരിഞ്ഞ വഴക്ക് ഇനി നാട്ടിൽ വരുവാൻ കാരണം ഇനി നോക്കെന്റെ മാവേലി. സ്വർണ്ണക്കടത്ത് കടമുടക്ക് ഇനി നടക്ക് പുരിഞ്ഞ വഴക്ക് ഇനി നാട്ടിൽ വരുവാൻ കാരണം ഇനി നോക്കെന്റെ മാവേലി. രാഷ്ട്രീയക്കാരുണ്ടോ അവരുടെ ന്യൂജൻ ഗുണ്ടകളുണ്ടോ, രാഷ്ട്രീയക്കാരുണ്ടോ അവരുടെ ന്യൂജൻ ഗുണ്ടകൾ. മാവേലി മാവേലി എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി 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 എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി. പീഡന വാർത്തകളുണ്ട്, മീട്ടു വാർത്തകളുണ്ട്, പീഡന വാർത്തകളുണ്ട്, ഒപ്പം മീട്ടു വാർത്തകളുണ്ട്. ഈ വാർത്തകൾ കണ്ടും കേട്ടും അടുത്തു വയ്യാതായേ മാവേലി. ഈ വാർത്തകൾ കണ്ടും കേട്ടും അടുത്തു വയ്യാതായേ മാവേലി 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 എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി 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 എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി.
എന്തു ഭംഗി നിന്നെ കാണാൻ എന്നൊരു കവി പാടിയിട്ടുണ്ട്. ബ്രോ ഇവിടെ ഏതോ വള്ളി ഉണ്ടതുകൊണ്ട് കാലെ ചുറ്റി വള്ളിയല്ല, ഞങ്ങൾ അന്വേഷിച്ചയാള് ഞങ്ങള് കണ്ടുപിടിയത്. നിങ്ങൾ ആരെ അന്വേഷിക്കണത്? ഇടപ്പള്ളി രാജനല്ലേ? എടപ്പള്ളി രാജനാ? വാനക്കാരൻ. ബ്രോ ഇത് കേരളത്തിന്റെ മഹാബലി തമ്പുരാനാണ്. കേരളത്തിന്റെ മഹാരാജൻ എന്ന് പറഞ്ഞ പിണറായി രാജനല്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? ഞങ്ങള് ഒരു മാവേലിയെ തപ്പി നടക്കുമായിരുന്നു. ഇവന്റെ ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നന്നായി വരും. ആയിക്കോട്ടെ, എല്ലാം ശരിയാകും. എല്ലാം ശരിയാകുന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതൊന്നും ശരിയായില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താന്ന് വെച്ചാൽ ഇവന്റെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. ഈ ഓണത്തിന് 10 ദിവസം ഇന്ന് നിൽക്കാൻ ഒരു മാവേലിയെ തപ്പി നടക്കുന്നതാണ്. നടന്നാ ഇതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാവേലി അല്ലത്. ഇത് മഹാബലി തമ്പുരാൻ പാതാളത്തുനിന്ന് വന്ന. അത് കണ്ടപ്പോ ഇത് കറക്റ്റ് ലുക്ക വയറില്ല എന്താ ഉള്ളത്. അപ്പൊ ഈ 10 ദിവസം ഇവന്റെ കടയുടെ മുന്നിൽ നിൽക്കാൻ നല്ലൊരു മാവേലിയെ വേണം. ഈ മഹാബലി തമ്പുരാനാ? വയറില്ലെങ്കിലും കുഴപ്പമില്ല, വരണം. ഇത് കടയിൽ നിൽക്കണ മാവേലിയല്ല, സാക്ഷാൽ മാവേലി തമ്പുരാനാ. അത് മനസ്സിലായി. അത് ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഒരു 1000 രൂപ ചനങ്ങ് തരും. ഇങ്ങനെ ഈ കടയുടെ മുമ്പിൽ മാവേലിയായിട്ട് നിൽക്കുന്നതിന് ഞങ്ങൾ 750 രൂപയാണ് കൊടുക്കുന്നത്. രണ്ടുപേർക്കും കൂടെ 1 തരാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഒരു 1000 രൂപ ചനങ്ങ് തരും. ഡെയിലി 1000 രൂപ. ഡെയിലി 1000 ഇത് രൂപ. മഹാരാജാവ് പാതാളത്തിൽ നിന്ന് എഴുന്നള്ളിയൊക്കെയാണ് ഓണം പ്രമാണിച്ച് വന്നിരിക്കുന്ന മഹാരാജാവാണ് പ്രജകളെ കാണാൻ തമ്പുരാൻ. പ്രജകളെ കാണാൻ കാണാം. ഈ കടയുടെ മുന്നിൽ നിന്നാലും പ്രജകളെ കാണാം. തുണിയെടുക്കാൻ ഇഷ്ടം പോലെ വരും. നിങ്ങൾ രണ്ടുപേരില്ലേ, ഒരു 1000 രൂപ വെച്ച് തരും. 1 രൂപ തരും. ഇനി അധികം സംസാരിക്കാൻ നിന്നാലുണ്ടല്ല രണ്ടാം കൂടെ തരും ഞാൻ. അതാ രണ്ടുതാ. മഹാരാജ ഓടിക്കോ, രക്ഷപ്പെട്ടോ, ഒരു മാറ്റവും അതല്ല മാവേലി തമ്പുരാൻ. 10 മാറ്റ്. ശാന്തക വീട്ടിലേക്കുള്ള വഴി അറിയോ? അടി കിട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായി. ഈ കാശ് തന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. കുത്തി ഇവിടെ കുത്തി ഇവിടെ ഇങ്ങോട്ടൊന്ന് തോണ്ടി. ഏത് നേരം നോക്കിയാലും ഈ മൊബൈൽ എടുത്ത് ഇവിടെ കുത്തി അവിടെ കുത്തി തോണ്ടിക്കൊണ്ടിരിക്കല്. ഇത് തന്നെ പണി. എന്റെ ചേട്ടാ 2 ദിവസം കഴിഞ്ഞ് ഓണമാണ് വരുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഉണ്ടോ? ഒരു നൈറ്റ് എങ്കിലും മേടിച്ചു തരാറുണ്ടോ? എടി, ഈ ലോകം മുഴുവൻ ഈ മൊബൈലിനകത്തുണ്ട്. അത് നീ മനസ്സിലാക്കണം. അമേരിക്കയുടെ കാര്യം, ജപ്പാന്റെ കാര്യം, യൂറോപ്പിന്റെ കാര്യം, അന്റാർട്ടിക്കയുടെ കാര്യം, ഇതെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് അറിയാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്കറിയാം. വീട്ടിലെ കാര്യം വല്ല അറിയൂ? എടി നിനക്കൊരു കാര്യം അറിയോ? ഞാൻ 4 കെട്ട് തറവാട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ്. പണ്ട് എന്റെ മുതുമുത്തച്ഛന്മാരൊക്കെ ചെയ്തോണ്ട് എന്താന്ന് നിനക്കറിയോ? അറിയില്ല. അറിഞ്ഞിരിക്കണം. അവരൊക്കെ രാവിലെ അങ്ങ് എണീറ്റ് നല്ല കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല ആഢ്യത്തോടുകൂടി വീടിന്റെ ഉമ്മറത്ത് വന്ന് ഒരൊറ്റ ഇരിപ്പ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന വെറ്റില ചെല്ലങ്ങ് എടുത്തിട്ട് മടിയിൽ വെച്ചങ്ങ് തുറക്കും. തുറന്നു കഴിഞ്ഞിട്ടൊരു വെറ്റില കയ്യിലിങ് എടുത്ത് അതിന്റെ തുമ്പിങ്ങനെ ഊട്ടിച്ചിട്ട് ഇവിടെ അങ്ങ് വെക്കും. അതെന്തിനാണെന്ന് അതിന് എന്നിട്ടത് എല്ലാ ചുണ്ണാമ്പൊക്കെ തേച്ച് 4ആയിട്ട് മടക്കി ഈ വായിലേക്ക് അങ്ങ് വെച്ചിട്ട് 2 ചവയങ്ങ് ചവയ്ക്കും. ഈ ചവച്ചിട്ട് നീട്ടിയൊരൊറ്റ തുപ്പ. ഇവിടെ നാട്ടുകാരൻ നിങ്ങളുടെ മുഖത്താണ് തുപ്പുന്നത്. എന്റെ മനുഷ്യ, അതെല്ലാം പോട്ടെ. ഈ പകല് മൊത്തം കിടന്നുറങ്ങും. കുറച്ചു നേരം എൻ്റെ മൊബൈല്. രാത്രി ആയാലും ഉറക്കമുണ്ടാ. ഈ മിറ്റത്തും അവിടെ ഇവിടെയൊക്കെ നടന്ന് നിങ്ങൾ ആ രമണിയുടെ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്തേ? നാണക്കേടല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇടി രാത്രി 10 മണിയാകുന്നതിന് മുമ്പ് കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പൂത്ത് പോലെ നീ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രമണിയുടെ വീട്ടിൽ മാത്രമല്ല അതിന്റെ അപ്പുറത്ത് വീടിന്റെ ഭാഗത്ത് ഞാൻ പോയി നിൽക്കും. മനുഷ്യ, ഞാനിവിടെ ഈ പെണ്ണുങ്ങളുടെ ഈ പണിക്ക് പോയിട്ടല്ലേ നിങ്ങൾ ഇവിടെ ജീവിക്കണത്? അപ്പൊ എനിക്ക് പകല് ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോ എനിക്ക് കിടന്ന് ഉറക്കണ്ടേ? നീ ഉറങ്ങിക്കോ. എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ പേരെന്താ? ചന്ദ്രൻ. ചന്ദ്രൻ. എന്നെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന പേരെന്താ? മൂക്കട്ട ചന്ദ്രൻ. മൂക്കട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ പേരെന്താ? വിചിത്ര. നിന്റെ ഇനിഷ്യൽ എന്താ? GV. നിന്നെ നാട്ടുകാർ മൊത്തം വിളിക്കുന്നത് എന്താന്ന് നിനക്കറിയോ? ഇല്ല. വിചിത്ര ജീവി. ഇടി പോയിട്ടായിട്ടുണ്ടോന്നേ?
ഇവിടെ പാലില്ല. പാലില്ലേ? ഇവിടെ ഒരു കട്ടൻ ചായെങ്കിലും താ. തേയിലയില്ല. തേയിലയില്ലേ? ഇല്ല. പിന്നെ എന്താണ് ഇവിടെ കുടിക്കാനുള്ളത്? കിണറ്റിന്ന് കുറച്ച് വെള്ളം കോരി അങ്ങോട്ട് കുടിക്ക്, കുറെ മേത്തോട്ട് ഒഴിക്ക്. എന്റെ ദൈവമേ, എന്റെ വിധി. ഒരുപാട് നാളാലോ കണ്ടിട്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇതേ കൊച്ചിനൊരു കല്യാണമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആണോ? ആഹാ. എവിടെയാണ് പെണ്ണിനെ കൊടുക്കുന്നത്? ഹരിപ്പാട്. ഹരിപ്പാടാ? നല്ല കൂട്ടരാ. ആണല്ലേ? അവര് പ്രത്യേകിച്ച് വല്ല ഡിമാൻഡ് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും? പ്രത്യേകിച്ച് ആകെ ഒരു ഒറ്റ ഡിമാൻഡേ പറഞ്ഞുള്ളൂ. എന്താണ്? സദ്യയില് ചെറുക്കന്റെ കൂട്ടർക്ക് ഒരാൾക്ക് 5 പപ്പടം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? അപ്പൊ പപ്പടത്തിന് അങ്ങനെ കൂടെ ലഹനല്ലേ, വെറുതെ പപ്പടത്തിന് ഉപയോഗിച്ച് ലഹനുണ്ടെ കല്യാണം കൊള്ളാക്കണ്ടല്ല. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഈ തോണ്ടൽ ഇതുവരെ നിർത്താറായിട്ടില്ലേ? എപ്പോ വന്നാലും ഈ തോണ്ടലാണല്ലോ. ഒന്നും പറയണ്ട അളിയാ, നമുക്ക് പണി ഇതൊക്കെ തന്നെയല്ലേ. അതെ. ചേച്ചി എന്തി? ചേച്ചി മേലോട്ട് പോയി. ചേച്ചി മേലോട്ട് പോയാ? ഞങ്ങളൊക്കെ വിളിച്ച് അറിയിക്കണ്ടറിയോ? എന്റെ അളി അത് മാത്രമൊന്നുമില്ല, ചേച്ചി തുണി വിരിച്ചിടാൻ വേണ്ടി മേലോട്ട് പോയെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് വിളിച്ചൊരു കാര്യം പറയട്ടോ, സന്തോഷവാർത്ത പറയാനുണ്ട്. വിചിത്രേ ചേച്ചി, നിന്റെ ആങ്ങളെ വന്നേക്കുന്നു, ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങി വന്നേ. നല്ല ശേഷം ചേച്ചി കൂടെ ഇരുന്നേ പറയട്ടെ. പിന്നെ അതിനു മുമ്പ് ഇവിടെ അഭിലാഷനം നടന്നോ? എന്റെ പൊന്നു ചേച്ചി, ഞാനൊരു സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. നിങ്ങൾ ഈ ആഴ്ച ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ മാളിൽ പോയായിരുന്നോ? അവിടുന്ന് എന്തെങ്കിലും എടുത്തായിരുന്നോ? ഞാനൊരു അയൺ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനറിഞ്ഞില്ലല്ലോ. അത് കടക്കാർ പോലും പറഞ്ഞില്ല. അന്നേരം അത് ശരി, അറിഞ്ഞാലും കൊള്ളാം അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം. നിങ്ങൾ അവിടുന്ന് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലക്കി കൂപ്പൺ അവിടെ എഴുതിയിട്ടുണ്ടായോ? മറ്റേ കുടത്തിന്റെ അകത്ത്. എന്നാ ഇനി പറയാൻ പോണ വാർത്ത കേട്ട് നിങ്ങൾ ഞെട്ടും. എന്താണ്? ഈ ലക്കി നറുക്കെടുപ്പില് 1 സമ്മാനം അടിച്ചേക്കുന്നത് ചേച്ചിക്കും അളിയിലും വരെയാ. സത്യം? സത്യമായിട്ടും. എന്റെ പൊന്നളിയെ കൊതിപ്പിക്കരുത്. കൊതിപ്പിക്കുന്നതല്ല, സത്യമായിട്ടും. അത് ഈ ആപ്പൂപ്പ സമ്മാനം അല്ല അടിച്ചേക്കണേ. നമ്മുടെ മഹാബലി ചക്രവർത്തി ഇല്ലേ, മാവേലി, പണ്ടത്തെ കേരളം ഭരിച്ചിരുന്ന രാജാവ്. ഈ മഹാബലി അത്തം മുതൽ 10 നാൾ വരെ തിരുവോണം വരെ നിങ്ങളുടെ കൂടെ ഈ വീട്ടില് ഓണാഘോഷിക്കും. സത്യം? സത്യമായിട്ടും. കള്ളല്ല. ഓണത്തിന്റെ പേരിലൊക്കെ ഞാൻ വന്ന് നുണ പറയോ? വിചിത്ര, ഭാഗ്യം വരുന്ന വഴി കണ്ടോ നീ? അതേ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാം. മഹാബലി തമ്പുരാനെ നമുക്കറിയാലോ, പ്രജാതാൽപരനായ രാജാവാണ്, അസുര രാജാവാണ്. ഒരുപാട് ദാനധർമാദികളൊക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം, അറിയാലോ. പുള്ളിയൊക്കെ ഇവിടെ വന്ന് പെട്ടുകഴിഞ്ഞാൽ പുള്ളിയെ നമ്മൾ കാണ്ടമാര് കണ്ട് എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. പുള്ളിയുടെ പ്രീതി നമ്മൾ മേടിച്ച് വെക്കണം. നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്ന് കാണണം. തീർച്ചയായിട്ടും. സാധാരണത്തിൽ പട്ടിണി നിർണയിച്ച് വന്നാൽ അല്ല ഇവിടെ ചക്കര വെച്ച് ഉപ്പേരി കൊടുക്കാൻ, അതല്ല പറഞ്ഞത്. അല്ലെങ്കിൽ അറിയാവോ, നമ്മുടെ അപ്പുറത്തെ പ്രഭാകരൻ ഡോക്ടർ നമ്മൾ ഷൈജു ഇല്ലേ, അലയുടെ കൂടെ പഠിച്ചേ, അവിടെ മഹാബലി വന്നിട്ട് അവൻ 20,000 രൂപയാണ് കൊടുത്തേ. 20,000 രൂപയാ? അതുപോലെ നമ്മൾ എന്തെങ്കിലും കാഴ്ച, തിരുമുൽക്കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അലയെ നോക്കിക്കോ, അദ്ദേഹം ഇവിടുന്ന് പോവാൻ നേരത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി ഭയങ്കര ദാനധർമ്മിഷനാ. പോണ പോക്കിൽ 2 വരാവിടെ വെച്ച് കാച്ചി തന്നോണ്ടല്ലോ. എന്റെ പൊന്നളിയാ, ഒരു കാര്യം ഞാൻ പറയാം. പ്രഭാകരൻ ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് 20,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 20,000ത്തിന്റെ കൂട്ടത്തിൽ ഒരു 5,000 രൂപ കൂട്ടിയിട്ട് ഞങ്ങൾ 25,000 രൂപ കൊടുക്കും. അപ്പൊ അതിലൂടെ ഒന്നും പേടിക്കട്ടെ. നിങ്ങൾ മഹാബലി തമ്പുരാനെ വരവേൽക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യോ. മഹാബലി ദിക്കെത്തും. ഓണം പൊളി. അടിപൊളി. ഒന്നും നോക്കണ്ട, അതിൽ എല്ലാ ഏർപ്പാടും ചെയ്തു. പാർക്കണം നമുക്ക്. എന്റെ ദൈവമേ, ഭാഗ്യം വല്ല വഴി വരവോ നോക്കി. അയ്യോ.
വിചിത്രേ ഡീ ആ നീ വന്നേ എന്താണ്? വാ ഇങ്ങോട്ട്. ഓ വന്ന് ഇത്ര നേരം കാണുന്നില്ല. എന്താണ് നിങ്ങൾ എന്നെ കുത്തിപ്പിടിച്ചിരുന്ന് കൂടെ? ഇടി നീ നാത്ത് എടുത്തോണ്ടിരിക്കുക. ഇന്നലെ നമ്മുടെ വിശിഷ്ടാതിഥി വരും പറഞ്ഞേക്കുന്നത്. ആര്? ആരാണെന്നാ? ഇടി മഹാബലി തമ്പുരാൻ. അതെന്താണോ? എന്താണ് പപ്പടം നടക്കണ എണ്ണ ഇവിടെ. വിചിത്രേ ആ, ആ. ഒന്നും വന്നേ. ഇങ്ങോട്ടൊന്ന് വരാൻ. എന്താണ് നടന്ന് കൂവണ? ഇതാരാ വന്ന് നോക്കി. ആര്? അതിക്കാരാ നോക്ക്. അയ്യോ, മാവേലി തമ്പുരാൻ. ആ. അയ്യോ. ഭാഗ്യം നോക്കണം. അയ്യോ. തമ്പുരാനെ മാവേലി തമ്പുരാൻ. വത്സേ, ഇനി മുതൽ 10 നാൾ നാം നിങ്ങളുടെ അതിഥിയായിരിക്കും. ഞങ്ങളുടെ ഭാഗ്യം മാവേലി. നാം ഒന്ന് അനുകരിച്ചോട്ടെ. ഓ അനുഗ്രഹിച്ചാലും. ഞാനും കൂടെ. ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ഞാൻ അനുഗ്രഹിക്കാവൂ. എല്ലാം സാധനങ്ങൾ റെഡിയാക്കി വെച്ചില്ല. കൊടുക്കാനുള്ള പരിപാടി ചെയ്യുന്നത്. അയ്യോ, അങ്ങയുടെ പള്ളിയിറക്കത്തുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓ, പാതാളത്തിൽ മകന തന്നെയാണല്ലേ? മാവേലി തമ്പുരാനെ, എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ? എവിടെയാണ് ഈ പാതാളം? ചെന്നാട്ടെ ചെന്നാട്ടെ. എന്റെ അളിയാ, അളിയനെ സമ്മതിച്ചളിയാ. എന്താണ് എന്താണെന്നോ ഇപ്പഴാ എനിക്കൊരു സമാധാനം. എന്ത് സമാധാനം? എന്ത് സമാധാനാന്നോ? ഇതുപോലെ ഒരു ഭാഗ്യം നമ്മുടെ വീട്ടിൽ വന്ന് കേറി. ഈ ഒരു കഞ്ചി നീ അകത്ത് പോയിട്ട് ഒരു ഗ്ലാസ് പായസം എടുത്തോണ്ട് വന്നേ. അതിന് മധുരം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഓ അടിയൻ. ഓ എടി 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 പായസം വന്നിട്ട് കൂടി. എന്താണ് പായസം തോന്നിട്ട് പോവാൻ. ഞാൻ വീണ്ടും പട്ടിണിയാണെന്ന് തോന്നുന്നു. എന്നാലും എന്റെ പൊന്ന് വിചിത്രേ, ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തെ നിന്റെ ഭക്ഷണം അടിപൊളിയായിരുന്നു. നാം പോവുകയാണ്. നമ്മുടെ ദക്ഷിണ കിട്ടുന്നെങ്കിൽ അങ്ങ് പോകായിരുന്നു. എന്റെ പൊന്ന് മഹാബലി, ഒരു അബദ്ധം പറ്റിപ്പോയി. അതായത് പൈസ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്, അതൊന്ന് ചെലവായി പോയി. ഇനിയിപ്പോ പൈസ തരണം എന്ന് വെച്ചാൽ പോലും നമുക്ക് മഹാബലിക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് പൈസ ഇട്ട് തരാം. അടുത്ത വീട്ടിൽ നിന്ന് വന്നാൽ പറ്റോ? അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച പൈസയാണ് ചെലവായി പോയത്. അതുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്തേക്ക് പൈസ ഇട്ട് തരാം. ഗൂഗിൾ പേ ഉണ്ടാവില്ല പുള്ളിക്ക്. എനിക്ക് മൊബൈലുണ്ട്. മാവിന്റെ അടുത്തൊക്കെ ഗൂഗിൾ പേ ഉണ്ടാവുക എങ്ങനെയാ? ഗൂഗിൾ പേ മാരുടെ ഇല്ല. എന്റെ ഗൂഗിൾ വേണമെങ്കിൽ ഒപ്പിക്കാം നമുക്ക്. കുഴപ്പമില്ല, പൈസ ഒപ്പിക്കാം. നമ്പർ ഒന്ന് നമ്പർ ഒന്ന് പറഞ്ഞു. 90 61 46 42 85. എന്താ എന്ത് പറ്റി? പട്ടി ബിജുവാ? പട്ടി ബിജു ഈ പട്ടീനെ ബിസിനസ് എനിക്കുണ്ട്. ഈ ഓണത്തിന്റെ 10 ദിവസമല്ലേ, അന്ന് മാവേലി പട്ടിയെ കൊണ്ട് കൊടുക്കാറുണ്ട്. അത് മനസ്സിലായി. അപ്പൊ ഈ ബിജു എന്ന് പറഞ്ഞ പേര് മാവേലി ബിജു. അത് ശരി. അപ്പൊ ഞങ്ങളെ വന്നിട്ട് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചറിയാവുന്നല്ലേ? പറ്റിക്കാനൊന്നുമില്ല. ആഹാ, അതുള്ള ഒരു കാര്യം ചെയ്യും.
എന്താടാ അവിടെ വല്ലപ്പോഴും ജെട്ടി ഇട്ട് നടന്നുകൂടെ ഇവനെ ശരിയാക്കണ്ട. ശരിയാക്കി കളയും എന്റെ ചേച്ചി ഇത് ഭ്രാന്താണ്. എന്റെ പൊന്നെ മായയുടെ നാട്ടിൽ പോയി ലോജിക്ക് കൊണ്ടേ ചുമ്മാ വലിച്ചെടുപ്പ് ഇട്ടുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ കിടന്ന് വേഷം കെടുത്താണ്ടല്ലോ ഇറങ്ങി പോകണം ആളീനോട് കൂടെ പറഞ്ഞ് ഇറങ്ങി പോവാൻ എന്നിട്ട് കാര്യമില്ല. വാ വാ വേറെ വത്സേ അയ്യോ ആപ്പിയാണ് കൊണ്ടുവന്നു ഇത് അതല്ല മാവേലി തമ്പുരാൻ പത്തര മാറ്റ്. ശാന്തക വീട്ടിലേക്കുള്ള വഴി അറിയോ? അടി കിട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായി, ഈ കാശ് തന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ബ്രോ, മലരലി കാടുകൾ തിങ്ങി തിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ പച്ചപ്പും ഹരിതാപയും എല്ലാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കും. എന്നാലും കോവിഡും പ്രളയവും കാരണം 4 വർഷം നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ലല്ലോ. എന്നാലും ഒരു മാറ്റമില്ല തിരുമേനി. തിരുമേനി മാറ്റം കണ്ടിട്ടാ. അതായത് നമ്മുടെ പിരിവൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നല്ലൊരു നാടകത്തിന് തന്നെ വേണം. എനിക്ക് വീട് നമ്മുടെ ഒരു പുള്ളിയുടെ വീട് എവിടെയാ? ഈ ഏരിയയിൽ എവിടെയാണ് പുള്ളിയുടെ വീട്? ഈ വഴിയില്ലേ? ആ പോസ്റ്റ് കണ്ടോ? കണ്ടു. അവിടെ വലിയ വീടില്ലേ? അത് പുള്ളിയുടെ വീടല്ല, അത് താഴെ ചെറിയ വീടില്ലേ? അതാണ് പുള്ളിയുടെ വീട്. അതെ അല്ലേ? ആളെങ്ങനെയാ? ആള് നല്ല തടിച്ചിട്ട് നല്ലതാണ്. അതല്ല ഞാൻ ചോദിച്ചത്, ഇടപെടാൻ എങ്ങനെയാ? ഇടപെടാനാ ഇതുപോലത്തെ മനുഷ്യരുണ്ടാ? ഭയങ്കരം മനുഷ്യൻ. ഒരു തവണ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിയുടെ നമുക്ക് മുഖത്ത് പോലും നമുക്ക് അങ്ങനെ അനുഭവിച്ചാലേ അത് പിന്നെ പറയാം. നിങ്ങളൊരു നാടകം ബുക്ക് ചെയ്യാൻ വേണ്ടി. നാടകം ബുക്ക് ചെയ്യാം. അതെ അതെ. പുള്ളിയുടെ ഭാഗ്യം ചെയ്ത് അങ്ങനെ ഉണ്ടോ? തീർന്നു, അല്ലെങ്കിൽ ബുക്കിംഗ് തീർന്നു. ആർക്കറിയാം, എന്തൊക്കെയാലും നമ്മുടെ ക്ലബിലെ പരിപാടിയില്ലേ ഒന്ന് ഗംഭീരാക്കണം അല്ലേ? ബോർഡൊക്കെ വെച്ചേക്കുന്നത് കണ്ടില്ലേ? 35 വർഷത്തെ സേവന പാരമ്പര്യം, കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സമയലാഭം, ബുക്ക് ചെയ്യുന്ന കമ്മിറ്റിക്കാർക്ക് കാശ് ലാഭം. അത് കൊള്ളാവും. അകത്ത് ഭാര്യയും ഭർത്താവുന്ന പൊരിഞ്ഞ വഴക്കാന്ന് തോന്നുന്നു. ചേട്ടോ, അതൊക്കെ പൊരിഞ്ഞ വഴക്കാന്ന് തോന്നുന്നു. അപ്പൊ ഇനി ബുക്കിംഗ് ഒന്നും നടത്തില്ല. എന്തു ചേട്ടാ? ഹലോ ഹലോ റിഹേഴ്സലായിരുന്ന ഹലോ 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 ഹലോ. നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റിക്കാരെങ്കിലും ആണെങ്കിൽ വീടിന് പൂർവശത്തേക്ക് വന്നാൽ മതി. അതല്ല, ഈ വർഷത്തെ നാടകം ബുക്ക് ചെയ്യാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ കയറിയിരിക്കാം, സംസാരിക്കാം, ബുക്ക് ചെയ്യാം. അല്ല, ഞങ്ങള് നാടകം ബുക്ക് ചെയ്യാൻ വന്നവരാ. വരൂ. ഈ വർഷത്തെ ഫസ്റ്റ് ബുക്കിംഗ് സന്തോഷമായി. സൗദാമിനി, വാ മോളെ, ചായ കൊടുക്കൂ. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ നിന്നാണ്? ഇത് നമ്മുടെ കോതാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഉത്സവം.
സന്തോഷം. ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. ചുറ്റും മതിൽ കെട്ട് ഉള്ള സുരക്ഷിതമായ ഒരു ക്ഷേത്രമാണ്. ഓ, ചാടി കിടക്കേണ്ടി വരും. അല്ല, നമ്മൾ ചാടി തട്ടിക്കളിക്കേണ്ടി വരും. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ക്ഷേത്രത്തിന് ചുറ്റുണ്ടല്ലോ പൂഴി മണല. ആണോ? എനിക്ക് ആദ്യം ചവിട്ടി പിടിക്കേണ്ടി വരും കേട്ടോ. അതിന് റിഹേഴ്സൽ വയ്ക്കാം. അല്ല, നഗരത്ത് കളിക്കാമെന്നാണ് പറഞ്ഞത്. അത് ശരിയാ. എത്രയോ വേദികളിൽ നമ്മൾ നടന്ന സ്റ്റേജുകളിൽ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. എവിടെയെല്ലാം ജനങ്ങൾ നമ്മളെ ആരാധനയോടുകൂടി നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ജൈത്രയാത്രയിൽ നമ്മൾ മറക്കാത്ത അനുഭവങ്ങൾ മാത്രമാണ്. ഒരു കുളമൊക്കെയുള്ള ക്ഷേത്രം ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. കാരണം എത്ര മണിക്കൂറാണ് എന്നെ വെള്ളത്തിനകത്ത് മുക്കി പിടിച്ചു വെച്ചെന്ന് അറിയാമോ? അല്ല, അതായത് അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ആ തീർത്ഥക്കുളത്തിൽ ഞങ്ങളെ മുക്കി പൊക്കി അതാണ് ഉദ്ദേശിച്ചത്. ശമ്മയുടെ ചാത്തന്റെ ക്ഷേത്രത്തിലാണ് നമ്മുടെ തലയില് കർപ്പൂരം കത്തിച്ച പുന്നമട ക്ഷേത്രത്തിലാ. അതെ 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 അതെ. ഷൺമകേട്ടാ, ഇവിടെ ശൂലം നടപ്പിച്ചില്ലേ? അത് നമ്മുടെ കണ്ണൂര് ക്ഷേത്രത്തിലാണെന്നോണല്ലേ? ഈ 19 വർഷത്തെ ജൈത്യയാത്രക്കിടയിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ നമ്മുടെ നാവിൽ ശൂലം കുത്തി തറച്ചിരിക്കുന്നു. ഇതൊക്കെ ആരോർത്തിരിക്കാൻ. ചേട്ടൻ ഈ നാടക ജീവിതത്തിന്റെ ഇടയിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നീണ്ട 17 വർഷങ്ങൾക്ക് മുൻപ് എന്റെ സമിതിയിൽ നാടകത്തിൽ നായികയായി വന്നൊരു പെൺകുട്ടി അവൾക്ക് പേയ്മെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ആ പൈസ തരാൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന്. അന്ന് എന്റെ കൂടെ കൂടിയവളാള് ഈ നിൽക്കുന്ന സൗദാമിനി. എന്നിട്ട് ചേട്ടൻ ഇതുവരെ പേയ്മെന്റ് കൊടുത്തില്ലേ? പേയ്മെന്റ് കൊടുക്കാൻ പരിപാടിക്കാർ കമ്മിറ്റി ആരെങ്കിലും ബുക്ക് ചെയ്തിട്ട് വേണ്ട കാശ് കൊടുക്കാൻ എന്ന് മാത്രമല്ല 3 പെൺകുച്ചികളെ കൊടുക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് എന്താണ് സെറ്റപ്പ് ചെയ്ത് തരേണ്ടത്? ചിരിക്കുന്ന ശാന്ത വേണോ, കരയുന്ന രമണി വേണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിരിക്കണ രമണീനെ മതി. അയ്യോ ചേട്ടാ, ഞങ്ങൾ അത്തരക്കാരല്ല. അതെ 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 അതെ. പിന്നെ തീർച്ചയായിട്ടും പിന്നെ വേറൊരു ഐറ്റം ഉണ്ട്, ചലിക്കുന്ന കുന്തം. അയ്യോ, അത് വേണ്ട. ഞാറ്റുവേഷൻ മുഖൻ. അതെ 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 അതെ. കണ്ടോ, ഐശ്വര്യം വരുന്ന വഴി കണ്ടോ? ഹലോ ഹലോ, ഈ അടി തന്നത് മനസ്സിലായി, പക്ഷേ കാശ് തന്നെന്തിനാണെന്ന് മനസ്സിലായില്ല. അടിയെല്ലാം കിട്ടിയിരിക്കല്ലേ? കറക്റ്റ്. അടിയെല്ലാം കിട്ടി, എണ്ണൊക്കെ തേച്ച് വെയിലുള്ള വേദനയെല്ലാം മാറ്റി കുളിച്ച് വൃത്തിയായിരിക്കട്ടെ. അതും കറക്റ്റ്. സത്യം. സൗദാമിനി, ഒരു കൈ താങ്ങ്. സൗദാമിനി, നമുക്ക് ഈ നാടകവും അടിയും പിടിയൊക്കെ നിർത്തിയിട്ട് നമുക്കൊരു ബാല്യ ട്രിപ്പ് തുടങ്ങിയാലോ? അതും കറക്റ്റ്. അതല്ല മാവേലി തമ്പുരാൻ പത്തര മാറ്റ്. ശാന്തക വീട്ടിലേക്കുള്ള വഴി അറിയോ? അടി കിട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായി, ഈ കാശ് തന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇടയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ല, പെട്ടെന്ന് ആയിക്കോട്ടെ. അത് പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് എങ്ങനെ സംഭവം സെറ്റ് ചെയ്യണ്ടേ? സെറ്റ് ചെയ്യണം. ഞാൻ ഇത് ആച്ചനെന്ന് വിളിച്ചോട്ടെ. അത് വിളിക്കുന്നു, സ്പീഡാക്ക്. എടാ ദിനേശാ, നീ എവിടെയാ? ഇവിടുത്തെ പണി കഴിഞ്ഞ ആച്ചനെ. ആണോ? എടാ അതെ, ഓണമൊക്കെ അല്ലേ, 2 അടിക്കണ്ടേ? ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു, പിന്നെ പൊളിക്കണ്ടേ? അതൊക്കെ സെറ്റാക്കാം. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളവിടെ വെള്ളം ടച്ചിങ്സും എല്ലാം റെഡിയാക്കി വെച്ചോ. ഞാനിവിടെ സാധനം മേടിച്ചോണ്ടൊക്കെ വന്നേക്കാം. ആശാന് സാധനം വെച്ചോണ്ട് ഇപ്പൊ തന്നെ വരും. നീ ആ കുപ്പിയും ഗ്ലാസ്സൊക്കെ ഒന്ന് റെഡിയാക്ക്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട്. അതെന്നാ ആശാൻ അങ്ങനെ? നമ്മളെല്ലാവരും കൂടി അടിക്കുമ്പോഴത്തേക്കും എന്തിനാണ് പുറത്തുനിന്ന് ഒരാള്? ഇങ്ങനെയൊക്കെയല്ലേ പരിപാടി. സാധനം അവനാ മേടിക്കുന്നത്. എന്നാ കുഴപ്പമില്ല, ആരും വാങ്ങിച്ചാലും നമുക്ക് ചേർന്ന് അടിച്ചാൽ പോലെ ആശാനെ.
അത് കുഴപ്പമില്ല ആശാനെ. ഓക്കെ ഇവിടെ എല്ലാം റെഡിയാ. ആ ആ ആ അപ്പൊ ഞാനൊരു അരമണിക്കൂർ ആ ഓക്കെ ആശാനെ. ആ അപ്പൊ അത് സെറ്റ്. എടാ ആശാന്റെ കൂടെ ഒരാളുണ്ട്. ആളാണ് സാധനം വാങ്ങിക്കണത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ആ എന്നാ എടാ സെറ്റായി. ആ ഇപ്പം ഈ ഇവിടെയുള്ള പണിക്കാരൊന്നും ഞാൻ ഒരു പരിചയമില്ലാത്തവരാണല്ലോ. അവന്മാരെ കൊണ്ടൊന്നും കുഴപ്പമില്ല, നമ്മുടെ പണിക്കാരല്ലേ. ആശാനെ വാ എടാ. എന്തേ? എല്ലാം റെഡിയാണ്. എല്ലാം റെഡിയാണ്. എല്ലാം റെഡി. ആ, എല്ലാം റെഡിയാണ്. ഓക്കെ ഓക്കെ. വാ 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 വാ. ഇതാ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇരിക്കേ. ആ എടാ ഇരിക്കടാ. നീ എന്നിട്ട് മടിച്ചിരിക്കുന്നേ അവിടെ. എന്താ അല്ലേ ഓണത്തിനൊക്കെ ഒരു 2 അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചു. എടാ ഒന്നാക്ക് ഇരിക്കേ. അങ്ങോട്ട് നീങ്ങിരുന്നോ? ആ നീങ്ങിരിക്കേ. എന്താടാ ചെറിയ ക്ലാസ് ഇത്രയും വലിയ ക്ലാസ് ഒക്കെ ഓണല്ല ആശാനെ, നമുക്കൊന്ന് ഇതാവണ്ടേ അല്ലേ? ആ അങ്ങനെ ഓണത്തിന്റെ ആദ്യത്തെ പരിപാടി ഒഴിക്കാശാനെ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഉണ്ടല്ലോ നമ്മൾ അതിന് അതിൻ്റെതായ ഒരു ബഹുമാനം കൊടുക്കണം. മനസ്സിലായോ? പിന്നെ അതാണ് ശരി. അത് ഇതാണെങ്കിൽ പോലും എന്റെ പൊന്നു മൂത്തേ സമ്മതിച്ചു. പിന്നെ അല്ല അങ്ങോട്ട് ഇതുകൊണ്ടങ്ങ് പൊലിപ്പിക്കണേ. ആശ ഒഴിക്കാശാനെ. എടാ പറഞ്ഞോളൂ കേട്ടോ. അതെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഗണപതിക്ക് വെക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു ചൊല്ലുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്പോൺസറിനാകുമ്പോൾ ആദ്യം കൊടുക്കാം. മതി. ഓക്കെ 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 ഓക്കെ. നിർബന്ധിക്കാശാൻ കഴിക്കേ. അതെങ്ങനെ ശരിയാവണം? നമ്മളിങ്ങനെ ബിജു ദിനേശൻ. ഇത് ഇതാറ് അല്ല അവർ ബഹുമാനം കൊണ്ട് വിളിക്കുന്ന ആശാൻ ആശാൻ പണിയൊന്നും അറിയില്ല. അപ്പൊ അതെ അപ്പൊ എന്തൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഞാനിത് ആദ്യം കഴിക്കാം. ഒരു ഉദ്ഘാടനം. ഓക്കെ അതെ ഇവരെ പരിചയപ്പെട്ടു. എന്നെ അത് വളരെ മോശമായി. നമ്മൾ ഇത്രയും കാര്യമായിട്ട് ട്രീറ്റ് ചെയ്ത ആളെ നമ്മൾ പരിചയപ്പെടുത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അതായത് ഈ നിൽക്കുന്നത് രാജമാണിക്യം. പേര് തന്നെ ഉണ്ട് കേട്ടോ ആ രാജകല. സമയം കളയണ്ട, അടിച്ചോ. പേടിച്ച് വന്നോ? രാജമാണിക്യം പറഞ്ഞാൽ അപ്പീലൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മീശ ശകലം മേലോട്ട് വെച്ചിട്ടും കഴിക്കും. എന്ത് ശ്രദ്ധയാ. ഓക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പൊ ഹാപ്പി ആണോ കേട്ടോ? അടിച്ചുപോയി. ആശാനെ നമ്മുടെ രാജമാണിക്യത്തിന് കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണം. രാജമാണിക്യത്തിന് ഈ വലിയ ക്ലാസ് കൊടുത്തു. തീർച്ചയായും നമ്മുടെ മുത്താണ് രാജമാണിക്യം, നമ്മുടെ ചങ്കാണ് രാജമാണിക്യം. ടച്ചിങ്സ് കൊണ്ടുവരാത്ത നീ വാ പൊട്ടിക്കോ. നമ്മുടെ മുത്തേ, നമ്മുടെ ചങ്കേ പാട്ട് പാടണം. മുത്തടിക്കട്ടെ. ചോദിച്ചിട്ട് വേണ്ട ചെയ്യാൻ. രാജമാണിക്യം സോറി, അടുത്തിൽ വെള്ളം ചേർക്കണ്ട. അടിക്കാം കൊടുക്കാൻ
മുത്ത്. അപ്പോ നമ്മുടെ രാജമാണിക്യത്തിന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ഓണം അല്ലേ അച്ഛനെ? ഹാപ്പി ഓണം. ആ തകലടികാരൻ പറയുന്നുകൊണ്ടൊന്നും തോന്നുന്നില്ല. ഞാൻ അടിക്കണോ? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി രാജമുത്ത് അടിക്കണം. രാജമുത്ത് എനിക്ക് ഇത്ര വേണ്ട വേണ്ട വേണ്ട. അത് ശരിയല്ല. നമ്മളൊരു കമ്പനി തുടങ്ങി ഓണമാണോ? ഹാപ്പി ഓണം ഉണ്ട് രാജമുത്ത്. ഞാൻ ഓണത്തിന് കഴിക്കണ്ടേ? ഇത് എന്റെ ഒരു സന്തോഷത്തിന് ആശാനം ഒന്നും കൂടെ കഴിക്കണം. മുത്തേ നീ കഴിക്കേ. കഴിച്ചിട്ട് കഴിക്കും. മുത്ത് കഴിച്ചിട്ട് എന്റെ ബാക്കി അങ്ങനെ ആശാൻ മാത്രം കഴിച്ചാൽ മതിയോ? ആശാൻ മാത്രം കഴിച്ചാൽ പോരാ. രാജേട്ടൻ പറഞ്ഞ സന്തോഷത്തിന് ഹാപ്പി ഓണം ആശാനെ. ഇനി എന്റെ ഒരു സന്തോഷം കഴിക്കണം. അതെ മാറിക്കും. ഞാൻ കഴിക്കണം. കഴിക്കണം. ഞങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ. ഓണമാണ് നിങ്ങളെല്ലാം കഴിച്ചിട്ടിരിക്കല്ലേ? ഞാൻ കഴിക്കണം. ഞാൻ ആശാൻ പറഞ്ഞു മേടിച്ചോണ്ട് വന്നതല്ലേ? രാജമാണിക്യം കഴിക്കണം. എല്ലാരും കഴിക്കണം. നമ്മുടെ മുത്ത് കഴിക്കണം. ഇതൊക്കെ തിരിച്ചൊടിക്കുക. ഭയങ്കര ബുദ്ധിയാ നമ്മുടെ മുത്ത്. ഇതാണ് ബഹുമാനം. ആരാണ്? തോന്നിയതാന്ന്. കൈ കണ്ടില്ലേ മോളിട്ട്? അങ്ങനെയാണ് കഴിക്കുക. അതെ വേറൊന്നുമല്ല, ടച്ചില്ലല്ലോ. മേലെ നിൽക്കുന്നവരും രണ്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വെറുതെ അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അങ്ങ് കഴിച്ചത്. നമ്മുടെ മുത്താണ് രാജമാണിക്യം. നമ്മുടെ ചങ്കാണ് രാജമാണിക്യം. ഇനി പാട്ട് പാട്ടാറ് നിൽക്കട്ടെ. നമ്മുടെ ആശാനെ കുറിച്ച് അറിയാവോ? ഈ ആശാനെ കുറിച്ച് അറിയാവോ? ഞാൻ പറയൂ ആശാനെ. ഞാൻ പറയൂ. ആശാന്റെ ആശാനെന്റെ ആശാനായതുകൊണ്ട് ഞാൻ പറയല്ല. ആശാനെ കുറിച്ച് ഞാൻ പറയും. ആശാൻ ഇവിടെ മുത്ത. ഓസിന് മാത്രം അടിക്കണം മുത്ത. ഈ ആശാനുണ്ടല്ലോ, ഈ ആശാൻ ആരെന്നറിയോ? ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ESCയും PFും ബോണസും ആണെന്നും പറഞ്ഞ് ഒരു തുക എല്ലാ ദിവസവും വാങ്ങിക്കും. എന്നിട്ട് ഓണവും ക്രിസ്തുമസും സംക്രാന്തിയൊക്കെ ആവുമ്പോൾ ആശാൻ ഇതേപോലെ ഒരു ഓഞ്ഞ കുപ്പിയായിട്ട് വന്ന് ആ ESC ബോണസും അതിലങ്ങ് തീർക്കും. അതാണ് ഞങ്ങളുടെ ആശാൻ. ആശാനെ കള്ളു കുടിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കില്ലേ? ആശാൻ അത് പറയരുത് ആശാനെ. നിന്നെയൊക്കെ ഞാൻ അങ്ങനെയാണ് അവിടെ കണ്ടത്. അതല്ല ആശാനെ, ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കണ്ടേ? ₹1 കുഴിക്കോ? കരയല്ലേ? ആശാൻ ഇവിടെ മുത്ത. രാജമാണിക്ക് ഇവിടെ മുത്ത. നിങ്ങളെല്ലാം മുത്ത. ഞാനും മുത്ത. കിളച്ച് കയറലടാ. രാജമാണിക്യം ഇതുകൂടെ അങ്ങ് പിടിക്ക. അടി. പിടിക്കണ്ട, എനിക്ക് അതിന് മാത്രം പ്രായമായിട്ടില്ല. നിങ്ങളെല്ലാം നോക്കിയില്ലേ എന്റെ ഈ ഞരമ്പിന്റെ ക്ഷീണം കാരണം? ഇതെങ്ങനെ ഉണ്ടായെന്നറിയാവോ? അറിയാവോ? ഇല്ല. എനിക്കൊരു ചിറ്റപ്പനുണ്ട്. ചിറ്റപ്പനോ? അത് നിനക്ക് ചിറ്റപ്പൻ ഇല്ലേ? ഇല്ല. ഒരു കാര്യം സങ്കടപ്പെടണ്ട, നല്ല സൂപ്പർ മനുഷ്യനാ. ഒരു 6 മാസം പലിശയില്ല നിനക്ക് ഇവിടെ തന്നേക്ക, നീ വെച്ച് അനുഭവിക്ക്.
എന്നിട്ട് ഇന്ന് ആ ചിറ്റപ്പന്റെ മകളുടെ കല്യാണമായിട്ട് ഞാൻ പോയില്ല. കല്യാണോ? ആ ചിറ്റപ്പന്റെ മകളുടെ കല്യാണമായിട്ട് ഞാൻ പോയില്ല. അറിയാമോ? എടാ എന്റെ ചിറ്റപ്പനുണ്ടല്ലോ, ചിറ്റപ്പന്റെ മോളുടെ കല്യാണോ, കെട്ടുകല്യാണോ ഇന്ന്. ചിറ്റപ്പന്റെ കല്യാണത്തിനാണോ പോവാതിരിക്കുന്നത്? ചിറ്റപ്പന്റെ ആണോ, ചിറ്റപ്പന്റെ മകളുടെ കല്യാണം. മണിരത്നം ഒഴിക്കണം അങ്ങോട്ട്. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഈ മെനകെട്ട പട്ടിയുടെ കൂടെ വന്ന് ഞാനിവിടെ വെക്കുന്ന എന്റെ കയ്യിലെ കാശും കൊടുത്ത് കല്ല് മേടിച്ചോണ്ട് വരണമെന്ന് കാര്യം എന്താണെന്ന് അറിയാമോ? അറിയില്ല. അറിയത്തില്ല, ഒഴിക്കാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. നോ വാട്ടർ. ഇനി ബാക്കി കഥ പറ. അതെയോ? യു മീൻ വറുത്ത മീൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. 2.5 കിലോ ചാള മത്തി. ഈ മത്തി കുരുമുളക് കൂടി ഇട്ട് വറുത്ത് ഓരോ ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്ന കൂട്ടത്തിലും ഈ 2 മത്തി വീതം കഴിക്കുന്നവനാണ് ഈ ചിറ്റപ്പൻ. ഈ ചിറ്റപ്പന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പോണോ? പോകരുത്. ആ ചേട്ടിയുടെ കല്യാണത്തിന് പോകരുത്. കല്യാണത്തിന് പോകരുത്. എന്റെ ചിറ്റപ്പന്റെ മകളുടെ കല്യാണത്തിന് പോകരുതെന്ന് പറഞ്ഞിട്ട് ഈ പട്ടിയേള അതല്ല മാവേലി തമ്പുരാൻ പത്തര മാറ്റ്. ശാന്തക വീട്ടിലേക്കുള്ള വഴി അറിയോ? അടി കിട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായി, ഈ കാശ് തന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഹലോ ഹലോ, എന്തുവാ നോക്കിയിരിക്കുന്നേ? മേലോട്ട് അവിടെ ഇരിപ്പണ്ടോ? എല്ലാരും പറഞ്ഞു മാനം നോക്കി ജീവിക്കണം. മാനം നോക്കുക. ആ മാനം നോക്കി ജീവിക്കൂല, ചാകും. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? തനിക്ക് പണിക്കോണ്ടേ? പണിക്കോണ്ടേ? എനിക്കറിയാമല്ലോ, എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. കുറച്ചു നേരം ചുമ്മാ ഇരിക്കാനും സമ്മതിക്കത്തില്ല. ചുമ്മാ ഇരിക്കുന്നത് കുറച്ചു നേരം, വർഷങ്ങളായി ചുമ്മാ ഇരിക്കുന്നത്. വർഷങ്ങൾ അതൊന്നും അറിയണില്ല അല്ലേ? എവിടെ ചുമ്മാ ഇരിക്കുന്നുണ്ട് വർഷം പോലെ അറിഞ്ഞില്ല. ആ ബോധത്തോടെ ഇരിക്കണം. ഇത് ഇങ്ങനെ നോർമൽ അല്ലാതെ ഇങ്ങനെ ഇരിക്കണേണ്. അതെ, പിള്ളേര് വരും, ഓണം, പണിക്ക് പോണം, കാശ് വേണം, സാധനങ്ങൾ മേടിക്കണം. ആ കോടി മുതൽ മേടിക്കണം. ഓണാണ്. ഒരു കോടി വാങ്ങിച്ച് എന്നെ പുറപ്പിക്കുക, അതായിരിക്കും നല്ലത്. എന്നാ പിന്നെ എന്തെങ്കിലോ അങ്ങനെ പറയാം. ഞാൻ എന്നാ ചെയ്യണം? പണിക്ക് പോണം, ഓണം ആഘോഷിക്കണ്ടേ, പിന്നെ സാധനങ്ങളെല്ലാം മേടിക്കണ്ടേ. എനിക്ക് വഴി എങ്ങനെ പട്ടിണി ഇരിക്കാൻ? ഒരു കാര്യം ചെയ്യുന്നേ, ഇനി എത്രയോ പെണ്ണുകള് തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, നിനക്കൊന്ന് പോയാലെന്നാ? ഞാനും കൂടി തൊഴിലുറപ്പിന് പോയിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം മരം വേര് വളയ്ക്കും. ആ കുത്തിപ്പിടിച്ചിരിക്കലാണ് എന്നും. അങ്ങനെയാ സിനിമാ നടിയാന്നും പറഞ്ഞിരിക്കുവല്ലോ, പിന്നെ എങ്ങനെയാ തൊഴിലുറപ്പിന് പോകുന്നത്? അതുപോലെയല്ലേ? നോക്ക്, എന്നെ പുറത്തോട്ട് വിട്ടണ്ടേ, അകത്തോട്ട് പോകാൻ നോക്കണ്ട. ഒരു കാര്യം ചെയ്യാം, എവിടുന്ന 10 പൈസ ഉണ്ടാക്കുന്നത് ഞാൻ ആലോചിക്കുക. എവിടെ നിന്ന് ഉണ്ടാക്കണ? പുറത്തോട്ട് വല്ല പണിക്ക് പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും പോക്കറ്റ് അടിക്കും. നേരത്തെ ചെയ്തോണ്ടിരുന്ന അത് തന്നെയല്ലേ? അതെ, പക്ഷെ അന്ന് ഒരു കാര്യം ഉണ്ടേ, അന്ന് പോക്കറ്റ് അടിക്കുമ്പോ ഇഷ്ടം പോലെ പൈസ കിട്ടും. ഇപ്പൊ കിട്ടുന്ന മൊത്തം ATM കാർഡാ. പിന്നെ അത് തന്നെ ഇവരെല്ലാം ഗൂഗിൾ പേ അല്ലേ ചെയ്യുന്നത്. ATM കാർഡ് ഇട്ടിട്ട് പുഴുങ്ങി തിന്നാനോ? വേറെ പണിക്ക് പോ, പോക്കറ്റ് അടിക്കണ്ട. പിന്നെ ഞാൻ പണിക്ക് പോകാനാ. എന്തെങ്കിലും പണിക്ക് പോകണം. ചുമട് എടുക്കണം, പറ്റില്ലെങ്കിൽ ഭാര്യയും മക്കളെയൊക്കെ പോറ്റണ്ടേ? തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാം. ആരാണ് തുമ്പി? ഉദാഹരണം തുമ്പി. തൂമ്പ് എടുത്തിട്ടല്ല കിടച്ച് കാശുണ്ടാ മനുഷ്യ. വെറുതെ കുത്തിപ്പിടിച്ചിരുന്നു തുമ്പി തുമ്പി. എനിക്ക് തൂമ്പ എടുത്ത് പരിചയമില്ലല്ലോ. പരിചയിക്കണല്ലേ, ഇങ്ങനെയല്ലേ? ആ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. കുറെ നേരമായി കുത്തിപ്പിടിച്ചിരുന്നു. നീ ഒന്ന് പോ. തള്ളി ഞാൻ ഇടുവട്ടോ. പണിക്കോ മനുഷ്യ വരെയൊക്കെ. ആ പണിക്കോ. അപ്പൊ ഞാൻ പണിക്ക് പോണം അല്ലേ? എടി മുണ്ടിട്ട് കുളിയും കഴിഞ്ഞ് പോയാൽ മതിയില്ലേ? വൈകുന്നേരത്തെ ചായ കൂടി കുടിച്ചിട്ട് പോവാം. ആണോ? മര്യാദക്ക് പൊക്കോ. ഏറ്റവിടുന്ന് പണിക്കോയേ.
ആ ചായ പിന്നെ കുടിക്കാം. ചായ പാലും വെള്ളം കുടിച്ചിട്ടോ. എന്തെങ്കിലും എന്റെ പൊന്നോ. എന്താണാ നീ എങ്ങോട്ടാ? ഞാൻ വേറെ അത്യാവശ്യമായിട്ട് പോകണം. നിന്നെ കാണാറിയാ ഞാൻ. എന്താ കാര്യം? എടാ അത്യാവശ്യം എനിക്ക് ഒരു 5000 രൂപ വേണം. അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ല. എടാ നീ വിചാരിച്ചാൽ നടക്കും. എടാ 1 മണിക്കൂർ കഴിഞ്ഞ് തരാമെന്ന്. എൻ്റെ പൊന്നെണ്ണ എൻ്റെ പൈസ ഇല്ല. എടാ നീ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോ. ഒറ്റ മണിക്കൂർ മറിക്കാനില്ലേ? അണ്ണ എൻ്റെ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ തരാത്തത്. എനിക്കറിയാം നിന്റെ പൈസ. എടാ ഒന്ന് നാടാ. ഇല്ല ഇല്ല ഇല്ല. എടാ 1 മണിക്കൂർ തിരിച്ചു തരാമെന്നു. ഒറ്റ മണിക്കൂർ 1 മണിക്കൂർ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പൈസ വിട്ടു തരാം. പൈസ ഉണ്ട് കയ്യില്, പക്ഷെ ആ പൈസ എനിക്ക് ഇപ്പൊ കിട്ടില്ല. ആ പൈസ എന്റെ കൂട്ടുകാരൻ സജീവനല്ലേ, സജീവന്റെ കയ്യിലാണ് പൈസ. സജീവന്റെ വീട്ടിലോട്ട് അല്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവൻ പൈസ തരുമ്പോ രാത്രി 10 മണിയാവും. രാത്രി 10 മണിയാവും. 10 മണിയാവും. ഒരു കാര്യം ചെയ്യും, എന്താ 10 മണിക്ക് കറക്റ്റിന് കിട്ടുമോ? 10 മണിക്ക് അവൻ തരും. ഒരു കാര്യം, ആ പൈസ നീ വാങ്ങിച്ചു വെക്കുക. 10 മണിയാകുമ്പോ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും. ആർക്കും കൊടുക്കല്ല, എനിക്ക് തരണേ. എന്റെ പൊന്നാ, ഞാനും പൈസക്ക് വേണ്ടി നടക്കുക. ആണോ? ഒരു കാര്യം ചെയ്യും, നിനക്കും പൈസ വേണം, എനിക്കും വേണം. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വഹിച്ച് കാശുണ്ടാക്കാം. നീ എൻ്റെ കൂടെ തിന്നാ മതി. അണ്ണൻ പറഞ്ഞു വരുന്നത് അപ്പൊ എനിക്കും കൂടെ ഉണ്ടാവും. നീ വാ, ഉറപ്പാണ്. നമുക്ക് ആരെങ്കിലും നടപടിയാവോ? നീ എൻ്റെ കൂടെ എന്താ മതി. ഞാൻ നിൽക്കാം. കണ്ടിട്ട് കാശൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. നമസ്കാരം. ഞാൻ മവയില് തപ്പി ഇറങ്ങിയതാണ്. മാവില്? മാവിലല്ലേ? അതെ, മാവിലേക്ക് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ ഒരു ഇച്ചിരി പൈസ റേറ്റ് കൂടും. അതെ അതെ അതെ. ആണോ? റേറ്റ് ഒന്നും വിഷയമില്ല. റേറ്റ് അധികം പൈസയൊന്നുമില്ല. എത്രയായിട്ടാ റേറ്റ് പറയുന്നത്? ഒരു മാവേലി ഉണ്ട്, പിന്നെ ഒരു മാവേലി എടുത്ത കൂട്ടുകാരെ വിളിക്കാം. കൊള്ളാലോ അല്ലേ? അതെ അതെ. എത്രയായിട്ടാ റേറ്റ് പറയുന്നത്? രണ്ടുപേരും കൂടെ ചിങ്ങം കന്നി അല്ല, ചിങ്ങം അല്ലേ, 10 ദിവസം മാത്രോളം. 10 ദിവസം നിൽക്കുന്നതിന് 20,000 രൂപ. 20,000 രൂപ കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? എന്താ കൂടുതല്? ഞാൻ 50,000 വരെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കുറവാണ്. അതെ, ഒരു കൂട്ടുകാരൻ ഫ്രീ കിട്ടും. അതുകൊണ്ടാ 2 പേർക്കാണ് 20,000. ഒരാൾക്ക് 1000 രൂപ വെച്ച്. ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ തയ്യാറാണ്. തയ്യാറാണ് അല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാം അല്ലേ? എത്ര? ഒരു 10,000 രൂപ അഡ്വാൻസ് തരാം. മതി മതി. 10-ാം ദിവസം ബാക്കി പൈസ. അത് കിട്ടിയിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ 10,000 രൂപ ഇപ്പം കിട്ടും. ഗൂഗിൾ പേ ഒന്നും വേണ്ട കേട്ടോ. ഇല്ല, കാശായിട്ട് ഫോണില്ല, അതുകൊണ്ടാണ്. എണ്ണുണ്ടായിരുന്നു. അല്ല, 10,000 രൂപ മിച്ചമുള്ള മറ്റേ കുറച്ചുള്ളൂ. കാശൊക്കെ വാങ്ങിച്ചോട്ടാ. മാവേലിയോടെ മാവേലി എന്റെ സാറേ, അഡ്വാൻസ് വാങ്ങിച്ചോ? ഞങ്ങള് മാവേലി കൊണ്ടുവന്നിരിക്കും. 10 ദിവസത്തേനല്ലേ? ഞങ്ങളൊരു ഓണം കഴിയുമ്പോഴല്ല കിട്ടേണ്ടത്. അല്ല, അണ്ണ ഓണത്തിന് മുമ്പ് വേണം. അണ്ണ ഇപ്പോഴല്ലേ വേണ്ടത്? ഒരു മിനിറ്റ് ഒന്ന് സാറേ ഒരു മിനിറ്റ്, മാവേലി റെഡിയാണ്. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം കേട്ടോ. മാവേലി ഈ പ്രജ നമ്മളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ. എന്റെ പൊന്നു മഹാബലി, അങ്ങ് എത്ര നേരം എവിടെയായിരുന്നു? അങ്ങേ കാണാൻ വേണ്ടി ഒരു പ്രജ രാവിലെ മുതൽ അവിടെയാണ് കാത്തു കെട്ടി കിടക്കുവാണ്. നമ്മെ കാണാൻ പ്രജ കാത്തു കെട്ടി കിടക്കുന്നു. നമ്മെ കാണാൻ ഒരു പ്രജ കാത്തു കെട്ടി നിൽക്കുന്നു. ആ പ്രജയെ കാണാൻ നമുക്ക് വെമ്പലായി. മാവേലിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുള്ളത് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ 2 പേരും ഉണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളി ഈ വീട് പണിയാൻ ലോൺ എടുത്തിട്ട് അപ്പം കടത്തിന്റെ മുകളിൽ കടവാ, അടയ്ക്കാൻ കാശില്ല. അപ്പം മാസം 20,000 അടയ്ക്കണം. പിന്നെ 10,000-ന്റെ കണക്ക് പറയും.
10,000 നിങ്ങളെ കണക്ക് 10,000 കണക്ക് പറയും എന്ത് പറ്റി തലക്കുമല്ലേ? തലക്ക് ചെറിയൊരു ലോൺ എടുത്തിട്ട് ലൂസായി പോയി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ചെറിയ വീട് മതി, ഇത് വലിയ കൊട്ടാരം പോലത്തെ. മനുഷ്യരെ എന്താ കണക്കരുത് ഇവിടെ. അതുകൊണ്ട് പുള്ളി പറയും 10,000 എന്ന്. നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട, എല്ലാം റെഡിയാക്കാം, ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. നമ്മുടെ പ്രജ അതീവ ദുഃഖിതനാണ്, നമുക്ക് അവന് വേഗം പോകുന്നതിന് ഇപ്പുറം എല്ലാം റെഡിയാവും ഈ 10 ദിവസം. ഓക്കെ, അങ്ങനെ ഒന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര സന്തോഷവും കുറെ വാട്ട് മാറി കിട്ടും. അതല്ലേ ദുഃഖിതനായ പ്രജയെ നമസ്കാരം. വയറിത്തിരി കുറവാണല്ലോ. അത് ഷുഗറിന്റെ ഹസ്ക്യത, അതുകൊണ്ട് ഇത്തിരി എക്സസൈസും ചോറുണ്ണലൊക്കെ നിർത്തി, അപ്പൊ ഒന്ന് ക്ഷീണിച്ചു. നമുക്ക് പോവാന്നാ. എവിടേക്ക്? എന്റെ കടയുടെ ഉദ്ഘാടനത്തിന്. കട? കടയുടെ ഉദ്ഘാടനം പണം നേരത്തെ നൽകിയതാണല്ലോ. ഏത്? ഓ തമ്പുരാനെ, അവര് പറഞ്ഞായിരുന്നു, അവര് പറഞ്ഞായിരുന്നു. ഇതല്ല മാവേലി തമ്പുരാൻ, പത്തര മാറ്റ്. ശാന്തക വീട്ടിലേക്കുള്ള വഴി അറിയോ? അടി കിട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായി, ഈ കാശ് തന്നത് എന്താണെന്ന് മനസ്സിലായില്ല. നല്ല സുഖശീതളമായ സ്ഥലം അല്ലേ ബ്രോ? നമുക്കിങ്ങനെ വെറുതെ നടന്നാൽ മതിയോ? നമുക്ക് ധൃതിയിൽ ഓടാം. പ്രജകളുടെ വീട്ടിൽ കയറണ്ടേ? ഞാനതങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. എനിക്ക് പ്രജകളെ കാണാൻ തിടുക്കമായി. അതിനുള്ള ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, വായിച്ചു. അതായത് നടത്തറ ശാന്ത, കരുവേലി അമ്മിണി, മാവേലിക്കര മായ, മാളികപ്പടി ശോഭ, എളന്തൂര് ജാനു. ഇതിന് കംപ്ലീറ്റ് പെണ്ണുങ്ങളുടെ മാത്രമേ ഉള്ളൂല്ലോ. എന്റെ തിരുമേനി ഒന്നും അറിഞ്ഞില്ലേ? എന്തേ? പെണ്ണുങ്ങളുടെ പേരിലാണ് എല്ലാം. റേഷൻ കാർഡ് വരെ പെണ്ണുങ്ങളുടെ പേരിലല്ലേ? അപ്പൊ ഗൃഹനാഥന് ഒരു റോളില്ലേ? ഗൃഹനാഥന് കൈവെക്കണ റോളുണ്ട്. പെണ്ണുമ്പിള്ളേനെ തല്ലണ റോളല്ല. റേഷൻ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിരലിങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് റേഷൻ കാർഡിലെല്ലാം അരിയും മണ്ണെണ്ണയും ഒക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടേ കൊടുക്കണം. അങ്ങനെ ഒരു റോളുണ്ട്. അപ്പൊ വനിതകൾക്കാണ് ഇപ്പൊ നല്ല പ്രാധാന്യം അല്ലേ? അതേതായാലും നന്നായി. നമ്മൾ വന്നിട്ട് 3-4 വർഷമായില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാണ്? എന്താണ് പ്രശ്നം? വനിതകളായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കൂടുതൽ. എന്താണ്? മീറ്റു, അതെന്താണ്? മീറ്റു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പെണ്ണുമായിട്ട് കുറെ നാൾ ജീവിക്കുന്നു, സന്തോഷത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു. ഒരു 3-4 വർഷം കഴിയുമ്പോൾ പല പല പ്രശ്നങ്ങളാവും. ഇഷ്ടപ്പെടില്ല, അവൻ പറഞ്ഞ ഇവർക്ക് ഇഷ്ടപ്പെടില്ല, ഇവള് പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആദ്യം ഗെറ്റ് ഔട്ട് അടിക്കും, പിന്നെ മീറ്റു അടിക്കും. കോടതിയായി കേസായി അവൻ ഹണി ട്രാപ്പ് എന്താണ്? ഹണി ട്രാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹണി എന്ന് വെച്ചാല് തേനാദ്യം മധുരിക്കോ, നല്ല മധുര, പിന്നെ കഴിക്കും. ജീവിതം തുടങ്ങുമ്പോഴല്ലേ കയ്പ് തുടങ്ങണത്. പിന്നെ കഴിച്ച് 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 അവസാനം മന്ത്രിമാരും എനിക്ക് പെട്ടിട്ടുണ്ട്. അത് ശരി, നമ്മളും സൂക്ഷിക്കണം അല്ലേ? ഏതായാലും ആദ്യമായിട്ട് നടത്തറ ശാന്തര വീട്ടിൽ വഴി അറിയോ? വഴി അറിയാം. നടത്തറ ശാന്തര വീട്ടിൽ പോണെങ്കിൽ കരുവേലിപ്പടി അമ്മിണിയില്ലേ, അമ്മിണിയുടെ വീട്ടിലെ കൂടി അങ്ങോട്ട് ചെല്ലുക. നേരെ ചെല്ലാൻ പാടില്ല, റൈറ്റ് സൈഡിൽ കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു തൊഴുത്ത് കാണും. ആ തൊഴുത്തിന്റെ സൈഡിൽ കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കിണർ കാണും. കിണറിങ്ങനെ വളഞ്ഞു വരുമ്പോൾ പശു കാടി കുടിക്കണ്ടാവും. അത് നമ്മൾ നോക്കരുത്. പട്ടി കിടപ്പുണ്ട് അവിടെ, കുരക്കും, പേടിക്കരുത്. അപ്പുറത്തേക്ക് നോക്കരുത്. വീരാൻകാട് പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. കാക്കണ്ടല്ലോ അവിടെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊഴുത്തുണ്ട്. തൊഴുത്തിന്റെ സൈഡിൽ കൂടി പശുവിനെ കാണാണ്ട് സൈഡിൽ അങ്ങോട്ട് പോകണം. ഈ പകല താൻ പകല് പോണ കാര്യമാണ് പറയണേ, അതോ രാത്രി പോണതാ? രാത്രി പോണ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ താൻ രാത്രി പോയി നല്ല പരിചയമുണ്ടോ? എന്റെ തിരുമേനി, ഞാൻ രാത്രി അല്ല, ഞാനല്ല പോണത്. ഈ നാട്ടിലെ ചെറുപ്പക്കാര് പോണത് രാത്രിയാണ്. ആ റൂട്ട് എനിക്കറിയാം, അവര് പറഞ്ഞു തരുന്നു. ഒരു കാര്യം, ഇത് പകലല്ലേ, നമുക്കിപ്പോ നേരെ കയറി ചെല്ലാം. നേരെ വാ, നേരെ പോ. അത് ശരിയാ, തിരുമേനിക്ക് അത് നല്ലതാണ്. തിരുമേനി,
ഇതാണ് നടത്തറ ശാന്തര വീട്. നല്ല ശാന്തമായ വീട്. പേര് പോലെ തന്നെ പട്ടി ഉണ്ടാവോ? പട്ടിയൊന്നും ഉണ്ടാവില്ല, അത് ആടാണ് ഇതിന്. സഹോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇല്ല, ഉണ്ടാണ്ടിരിക്കാൻ വഴിയില്ല. 24 hours അവരിവിടെ ഉണ്ടാവും. അത് ശരി. ഞാൻ വിളിച്ചു നോക്കാം. ഇവിടെ ആരും ഇല്ലേ? ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഞാൻ മാവേലി. മാവേലി സ്റ്റോറൊന്നുമല്ലോ. അല്ല, മാവേലി തമ്പുരാൻ. മാവേലി തമ്പുരാനോ? ഇവിടെ കുറെ കുരുത്തം കെട്ട പിള്ളേര് ഈ വക വേഷം കെട്ട് നോക്കിയിട്ട് വരാറുണ്ട് പിരിവിന്. ശാന്ത ഓടിക്കും. അതേപോലത്തെ വേഷം കെട്ടി ശാന്തവരെ എടുത്താണ്ടല്ലോ. എല്ലാ വർഷവും മാവേലി തമ്പുരാൻ വരില്ലേ? തിരുവോണക്കാലത്ത് കേരളത്തിലെ പ്രജകളെ കാണാൻ വരുന്ന മാവേലി തമ്പുരാൻ. അതായത് കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളം പൊളിവചനമില്ലാത്ത കേരളം കാത്ത ആ മാവേലി തമ്പുരാൻ. സത്യം, വിശ്വസിക്ക്. 916 ആണ്, കണ്ടില്ലേ? ക്ഷമിച്ചിരിക്കുന്നു സന്തോഷം. ഞാൻ കുടിക്കാനായിട്ട് കാപ്പി വേണോ, ചായ വേണോ, കൂൾ ഡ്രിങ്ക്സ് എല്ലാം വേണം. സംഭാരം ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എത്രമാത്രമല്ലേ. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. എന്താ കുലീനത അല്ലേ. നല്ല സംഭാരം കഴിഞ്ഞിട്ട് നാളായി. നല്ല സംഭാരമായിരിക്കും. തിരുമേനി, ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കാണാനെത്തുന്ന പ്രജകളാണ്. എത്ര സ്നേഹമുള്ള പ്രജകളാണെന്നോ. അല്ല, മനസ്സിലായില്ല. ആരാ നിങ്ങളൊക്കെ? ഞാൻ മാവേലി. കുറച്ചു നേരമായി ഞങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. അല്ല, മനസ്സിലായില്ലേ? മഹാബലി തമ്പുരാൻ സാധാരണ എഴുന്നോണ്ടിരിക്കുന്ന പ്രജകളെ കാണാൻ. ഞാൻ മാവേലിയാ. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്തുമസിന്റെ അടുത്തും പപ്പാങ്ങിയാലും പറഞ്ഞ് പേട്ടം കെട്ടി വന്ന് അവൻ പാതിരാത്രിക്ക് ഒരു പാട്ട് പോലും പാടാതെ മതിലി ചാടി ഓടി. ഇപ്പൊ മാവേലിയുടെ വേട്ടം കെട്ടി വന്നിരിക്കുന്നു. ഒരു പാട്ട് പോലും പാടിയോ? ഇതല്ല മാവേലി തമ്പുരാൻ. പത്തര മാറ്റോ. നീ ആ മുഖം പിടിച്ചൊന്ന് ഉറച്ചു വെക്കേ. പത്തര മാറ്റാന്ന് പറയും. നീ ഇങ്ങോട്ട് പറ. വീട്ടിലെ മാവിലെ ഒരു തനിക്കറിയോ? ഇത് ഒറിജിനൽ തമ്പുരാണ്, ഒറിജിനൽ. അവന്റെ വീട്ടിലൊക്കെ തനിക്ക് നന്മ. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും 24 മണിക്കൂറും ഓരോ വീട്ടിൽ വിളിച്ചു നോക്കുന്നതല്ല. അത് ശരി. അപ്പൊ ഈ നാട്ടിലെ CC ക്യാമറ അല്ലേ നിങ്ങൾ രണ്ടുപേരും? അതെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ശാന്തമാകൂ. ഞാൻ കള്ളവും പൊളിയും എല്ലോളം പൊളിവചനങ്ങളും ഇല്ലാതെ ഈ കേരളം വാണ മഹാരാജാവാണ് മാവേലി തമ്പുരാൻ. നിങ്ങൾക്കറിയില്ലേ, ഞാൻ വർഷാവർഷം നിങ്ങളെ പ്രജകളെ കാണാൻ വരികയാണ്. നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. കേട്ടിട്ടില്ലേ? മാവേലി നാടു അണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതെ 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 അതെ, ആ മാവേലി തമ്പുരാനാണ് ഞാൻ. വർഷം തോറും പ്രജകളെ കാണാൻ കേരളത്തിലെത്തുന്ന മാവേലി തമ്പുരാൻ. തെളിവും അടയാളമൊക്കെ കാണിക്കാൻ ഞാനൊരു ദിവ്യനല്ല, ഞാനൊരു മാന്ത്രികനല്ല, ഞാൻ ഒരു മഹാരാജാവ് മാത്രം. പ്രജകളാണ് എൻ്റെ ദൈവങ്ങൾ. പ്രജകളെ ദൈവങ്ങളെ പോലെ കണ്ട് ഒന്നുപോലെ ഭരിച്ച മാവേലി തമ്പുരാൻ. ഈ ഓണക്കാലത്ത് നിങ്ങൾ ഓണത്തല്ല് നടത്തുന്നുണ്ടെങ്കിലും അത് സ്ഥിരം തല്ലാക്കാതെ ഈ നാട് എന്തും ഐശ്വര്യവും സമൃദ്ധിയും വിളയുന്ന നമ്മുടെ ആ നല്ല നാടായി എന്നും വിളങ്ങട്ടെ. മംഗളം ഭവിക്കട്ടെ. അടുത്ത പ്രതിയായിരിക്കും. ഹലോ, മാവേലി മന്നൻ സ്പീക്കിംഗ്. മാവേലി
മാവേലി എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി 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 എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി പ്രളയം കോവിഡ് താണ്ടി മുങ്ങിപ്പൊങ്ങി നമ്മുടെ മാവേലി നിന്ന് തിരിയാൻ സ്ഥലമിനി നോക്കാൻ നോക്കു കൂലി വേണം മാവേലി പ്രളയം കോവിഡ് താണ്ടി മുങ്ങിപ്പൊങ്ങി നമ്മുടെ മാവേലി നിന്ന് തിരിയാൻ സ്ഥലമിനി നോക്കാൻ നോക്കു കൂലി വേണം മാവേലി ഈ ഇടവേളയ്ക്ക് നാട്ടിൽ നടന്ന കാര്യം കണ്ടോ മാവേലി ഈ ദുരിതം താങ്ങാൻ വയ്യാതായേ മലയാളിക്കിനി വയ്യേ വയ്യേ ഇടവേളയ്ക്ക് നാട്ടിൽ നടന്ന കാര്യം കണ്ടോ മാവേലി ഈ ദുരിതം താങ്ങാൻ വയ്യാതായേ മലയാളിക്കിനി വയ്യേ വയ്യേ മാവേലി മാവേലി എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി 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 എത്തി നമ്മുടെ നാട്ടിൽ വീണ്ടും മാവേലി മാവേലി